സൂര്യനെല്ലി കേസിൽ പി.ജെ. കുര്യനെതിരായ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് കേസിലെ മൂന്നാം പ്രതിയായ ധർമ്മരാജൻ നടത്തിയിരിക്കുന്നത്. സൂര്യനെല്ലി പെൺകുട്ടിയെ കുര്യൻ പീഡിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തിയ ധർമ്മരാജൻ തന്റെ അംബാസഡർ കാറിലാണ് ഫെബ്രുവരി 19 സന്ധ്യയ്ക്ക് അദ്ദേഹത്തെ കുമളി ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചതെന്നും പറഞ്ഞു. കാറിൽ നിന്നിറങ്ങി ഗസ്റ്റ് ഹൌസിലേക്ക് കയറിപ്പോയ കുര്യൻ അരമണിക്കൂറോളം പെൺകുട്ടിക്കൊപ്പം ചെലവഴിച്ചെന്നും ധർമ്മരാജൻ പറയുന്നു. പി.ജെ. കുര്യനുണ്ട്, എന്റെ കൂടെ കുമളി റെസ്റ്റ് ഹൌസിൽ കയറി വന്നിട്ട് പിന്നെ പറയുന്നില്ല നമ്മള് വന്നത്. പി.ജെ. കുര്യൻ എന്റെ കൂടെ കാറി കയറി അംബാസഡർ കാറി വന്നതല്ലേ, പിന്നെന്താ ഞാനിത് കള്ളം പറയുന്നതിന്? കുര്യനെപ്പറ്റി അന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യൂസിനോട് താൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം അവഗണിച്ച സിബി മാത്യൂസ് കുര്യന്റെ പേര് പറയരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ധർമ്മരാജൻ വെളിപ്പെടുത്തി. സിബി മാത്യൂസ് പറഞ്ഞത് പി.ജെ. കുര്യന്റെ പേര് പറയല്ലേ, മനസ്സിലായില്ലേ? കെ ജോഷ പറഞ്ഞ് പി.ജെ. കുര്യന്റെ പേര് പറയണം. ഞാൻ അടി കിട്ടുമ്പോൾ പറയാതിരിക്കും, പക്ഷേ എത്ര അടി കിട്ടുക നല്ല ഇഷ്ടം പോലെ കിട്ടുമ്പോൾ പിന്നെ. കുര്യന് അനുകൂലമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് കള്ളമൊഴിയാണെന്നും തിരിച്ചറിയൽ പരേഡിൽ നിന്ന് കുര്യൻ രക്ഷപ്പെട്ടത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണെന്നും ധർമ്മരാജൻ ചൂണ്ടിക്കാട്ടി. അത് സുകുമാരൻ നായർ സാർ കള്ളം പറഞ്ഞ NSSന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി അത് നുണ പറഞ്ഞാണ്. അത് മുളയെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയുന്നതാണ്, നമ്മളെ താഴ്ത്തി പറയാനും. കാരണം നമുക്ക് ബന്ധമൊന്നുമില്ലല്ലോ. പീഡിപ്പിക്കപ്പെട്ട് അവിടെ മൊഴി വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കി ഐഡന്റിഫിക്കേഷൻ പരേഡൊക്കെ. പി.ജെ. കുര്യന് മാത്രം എന്തോ അങ്ങനെ ചെയ്യാത്തത്? ഞങ്ങൾ വെറും പൊട്ടന്മാരാ. സൂര്യനെല്ലി കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ഏക പ്രതി കൂടിയാണ് ധർമ്മരാജൻ. എന്നാൽ ശിക്ഷയ്ക്കിടെ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾ മൈസൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏതായാലും കേസിലെ മുഖ്യപ്രതി കൂടിയായ ധർമ്മരാജന്റെ വെളിപ്പെടുത്തൽ പി.ജെ. കുര്യനെതിരായ നിയമക്കുരുക്കുകൾ കൂടുതൽ മുറുക്കുകയാണ്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.